2 ദിവസത്തിന് ശേഷം. അതെ, ഓഗ്മെന്റ് റിയാലിറ്റി അതാണിത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞങ്ങളുടെ കൂടെ ചേരുന്നു വിദഗ്ധർ, രാഷ്ട്രീയ നിരീക്ഷകൻ, വലതുഭാഗത്ത് ചേരുന്നു ഇടതുപക്ഷ സഹയാത്രികൻ. പ്രതിമയിലുള്ള വിശ്വാസം തിരിച്ചടിച്ചിരിക്കുന്നു. LDP പിന്നിലാണ്. UDPക്ക് നേരിയ മുന്നേറ്റം. ട്രെൻഡുകൾ മാറി മറയുകയാണ്. ഇപ്പോൾ LDPക്ക് ചെറിയ മുന്നേറ്റം. റിസൾട്ടുകൾ വന്നു തുടങ്ങി. 5ാം വാർഡിൽ KP സുരേഷ് പിന്നിലാണ്. 2ാം വാർഡിൽ UDPയുടെ നീന കോശിക്ക് വിജയം. നീ മുന്നിലാ. സുരേഷിന്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല. 4ാം വാർഡിൽ UDPയുടെ ഗുണപാലിനെ തോൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശശിക്ക് അട്ടിമറി വിജയം. ശശിയേ, നീ ജയിച്ചടാ. ഞാനിവിടെ സുമതിയുടെ കട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന അപ്പൊ ന്യൂസി പറയുന്ന കേട്ടടാ. എടാ ഇവ എവിടെ പോവാ? ശശിയേ, എടാ മണ്ടയില്ലാത്തോനെ അതിന്റെ മേളിൽ കയറി ചാടി ചാവല്ലേ. എടാ നീ ജയിച്ചെന്നാടാ പറഞ്ഞ, തോറ്റെന്നല്ല. എടാ ശശിയേ, ശശിയേ, സന്തോഷം കൊണ്ടാണോ ശശിയേ? KP സുരേഷ് കേവലം 5 വോട്ടുകൾക്ക് ഇപ്പോഴും പിന്നിലാണ്. അവസാന ലാപ്പിലെ അട്ടിമറിയിൽ LDPയുടെ KP സുരേഷിന് മിന്നുന്ന വിജയം. 118 വോട്ടുകൾക്കാണ് സുരേഷ് വിജയിച്ചിരിക്കുന്നത്. വാർഡുകളിലെയും ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. UDPയുടെ KP സുനന്ദ തൊട്ടടുത്ത എതിരാളി LDPയുടെ ജ്യോതി രാജുവിനെ 104 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജ്യോതി രാജുവിന് ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ജയിച്ചില്ലേ? നിന്റെ കണക്കൂട്ടിലൊക്കെ ശരിയാകുമോ മോളെ? ഈ ഭൂഗോളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനം തന്നെ കണക്കിലല്ലേ അച്ഛാ? ആചാരവും പ്രതിമയും കൊച്ചിന്റെ മരണവും എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞെടുത്ത് 6 സീറ്റ് മികച്ച തന്നെ. പക്ഷേ ഇനി ഭരണം പിടിക്കണം. അതങ്ങനെ നടക്കും. നമുക്ക് ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവല്ലേ? ശശി, PPDP, BRP ഈ 3-ൽ 2 നമ്മൾ പിടിക്കണം. ഈ ഫാസിസ്റ്റ് ശക്തികളുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലപാട് മാറ്റമാണ്. അത് വേണോ? എന്തിനീ ടെൻഷൻ? 2 വോട്ടല്ലേ? അത് നമ്മൾ ഈ 7ാം വാർഡിലും 9ാം വാർഡിലും ചെയ്ത പോലെ കള്ളവോട്ട് ചെയ്താൽ പോരെ? പോരെ? സഖാവരാധൻ, നമ്മുടെ വിദേശാഭിമാനി പത്രത്തിന്റെ സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ എല്ലാരും ഒന്ന് സംഘടിക്കൂ. നിങ്ങൾ സംഘടിച്ച് ഒന്ന് ശക്തരാകും. ചെല്ലുന്നേ. അല്ലെങ്കിലും ഈ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ താഴെ തട്ടിലുള്ളവർ ഇടപെടാതിരിക്കണം നല്ലത്, അല്ലേ? അതെ, അവരുമായി പിരിക്കട്ടെ, അല്ലേ? അപ്പോൾ സഹാവൻ എന്താ പറയാളെ? അധികാരത്തിൽ നിന്ന് മാറി നിന്ന് ചിത്രശക്തികളെ സഹായിക്കുന്നതിന് പകരം അവരടിച്ചമർത്തി നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവരണം. സഖാവ് ബാബുരാജ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ വൈരുദ്ധ്യങ്ങളുടെ ഏകീകരണമാണ് ഭൗതികവാദമെന്ന് മാവു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികാരം നമ്മൾ പിടിച്ചെടുക്കണം. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സുരേഷാണ് ശരി. ചരിത്രപരമായ വിഡിത്തങ്ങൾക്ക് ഇനി അവസരമില്ല. ഭരണം നമ്മൾ പിടിക്കണം. സുനന്ദയെ പ്രസിഡന്റ് ആക്കരുത്. അതിനുള്ള കളി നമുക്ക് കളിക്കണം. അതത്ര നിസ്സാരമല്ല. വർക്കിച്ചനൊഴികെ നമ്മുടെ കൂടെ നിന്ന് ജയിച്ച എല്ലാവരും അവളുടെ ആൾക്കാരാ. എതിരുള്ള ഞാനടക്കം എല്ലാവരെയും അവള് പൊട്ടിച്ചു. അവള് എന്നാൽ സുലൈമാന്റെ ഭാര്യയും കുത്തും. പഞ്ചായത്തിന്റെ ചില ആനുകൂല്യങ്ങൾ അവൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവളെ വെച്ച് ഭരണം പിടിക്കുന്നതാണ് ഇപ്പോ ബുദ്ധി. അയ്യോ, അത് വേണ്ട. അവള് നമ്മളെ പറപ്പിക്കും. അത് ശരിയാകത്തില്ല. അല്ല, സ്ഥിരം നിയമനമല്ല. 6 മാസം കഴിഞ്ഞ് നമുക്ക് നേതൃമാറ്റം ആവശ്യപ്പെടാം. തൽക്കാലം അവളെ കയറ്റിയിരുത്തേണ്ടത് എന്റെയും കൂടി ആവശ്യം. അല്ലെങ്കിൽ അവളായിരിക്കും അടുത്ത മണ്ഡലം പ്രസിഡന്റ്. ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. അതിൽ ആവലാതി കൊണ്ട് അവർ ഹൈജാക്ക് ചെയ്തു. നഗ്നമായ ജനാധിപത്യ ലംഘനം. ഇത് വലതുപക്ഷത്തിന്റെ റിസോർട്ട് രാഷ്ട്രീയമാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. പഴയ കേസിന്റെ കാര്യത്തിൽ കുറച്ച് വിഷമത്തില. ഞാൻ പാർട്ടി മാറിയതിന്റെ വൈരാഗ്യം മൊത്തം ഒരു അച്ഛൻ്റെ അടുത്ത് തീർക്കുന്ന. അച്ഛൻ ജയിലിൽ പോതെ പോട്ടെന്ന്.
പുള്ളി നമ്മുടെ പാർട്ടി ഒന്നും അല്ലല്ലോ. ഇവിടെ ജാക്ക് കിടക്കാൻ അജണ്ട ചെയ്ത് തീർക്കാൻ കിടക്കുമ്പോഴാ അച്ഛൻ. അതെ സഖാവേ, അച്ഛൻ എൻ്റെ അല്ലേ? ഞാൻ പാർട്ടിയെ മാറിയിട്ടുള്ളൂ, അച്ഛനെ മാറ്റിയിട്ടില്ല. മന്ത്രി വന്ന് നമസ്കാരം. എസ്കോർട്ടും പരിവാരങ്ങളൊന്നും ഇല്ലല്ലോ. മന്ത്രി ഞാൻ വിളിക്കാം. വന്നട്ടെ. ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം വന്നത് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. BRP ആയിട്ടോ PPDP ആയിട്ടോ സഹകരിക്കുന്നതിലോ പിന്തുണ തേടുന്നതിലോ പാർട്ടിക്ക് എതിർപ്പൊന്നുമില്ല. എല്ലാവരും ഇരിക്കെ. പക്ഷേ ഒരു പരസ്യമായ ഒരു പിന്തുണയിലേക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. രഹസ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന. പിന്നെ പ്രസിഡന്റായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സഖാവ് ബിജോയി ആക്കണമെന്നാണ് LCD ഒരു തീരുമാനം. അല്ല, ഇവിടെ ഇപ്പോ സഖാവ് സുരേഷ് ഉണ്ട്. സുരേഷിന്റെ വരവ് പാർട്ടിയുടെ വിജയത്തിന് പ്രധാന ഘടകമായി എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ സീനിയർ മെമ്പറായ ബാബുരാജ് ഉണ്ട്. പരിഗണിക്കാം അല്ലേ? മാസ്റ്റർ എന്ത് പറയുന്നു? അല്ല, ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാ സുരേഷ് തന്നെ ആവട്ടെ. അപ്പുറത്ത് സുനന്ദയാണ്. അപ്പോൾ സുനന്ദക്ക് ബദൽ സുരേഷ് തന്നെ. അതെ, നല്ല തീരുമാനമാണ് അല്ലേ? അതെ. മന്ത്രി പുങ്കവത്തിയും സുരേഷിന്റെ പേരാ പറഞ്ഞത്. അതാ കുഞ്ഞിക്കണ്ണൻ മാഷിന്റെ കളിയാ. താത്വികാചാര്യൻ കണത്താ പറഞ്ഞ് നടക്കുക. എന്നെ ആക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഭൂരിപക്ഷത്തിൽ രണ്ടുപേരും കുറവാ. അതോർക്കണം. അവരെ പേടിക്കാൻ 5 പൈസ ഞാൻ മുടക്കില്ല. അവനവരെ കാല് വലിച്ചു വന്നതല്ലേ. തൽക്കാലം അവനവിടെ വെറും മെമ്പറായിട്ടിരുന്നാൽ മതി. മെമ്പർ ഒലീന ബിജോയുടെ പേര് പറഞ്ഞു. മനസ്സിലായോ? നേതൃത്വം ചോദിച്ചാൽ എന്ത് പറയും? സവിശേഷ സാഹചര്യം എന്തോന്ന് എനിക്ക് അറിയില്ല. പിന്നെ ചോദിച്ചാ എനക്ക് അറിയില്ല. ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം. ഡിമാൻഡ് അംഗീകരിക്കുമോ നോക്കട്ടെ. ഗോമാതാശ്രീ തുടരുത്. ഇതാണ്ടേ, ഞങ്ങൾക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. ഗോമൂത്രം കുപ്പിയിലാക്കി വിൽക്കാനും ചാണകത്തിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കാനുള്ള ഫാക്ടറിയുടെ കാര്യം പഞ്ചായത്തിന്റെ ആദ്യ മീറ്റിംഗിൽ തന്നെ നടപ്പാക്കി തരണം. അല്ല, ചക്കരക്കുടം പഞ്ചായത്തിന്റെ പേര് വാത്സ്യായനപുരം എന്നാക്കണം. വാത്സ്യായനോ? അതാരേട്ടാ? വോട്ട് വേണോ വേണ്ടായോ ആലോചിക്കേണ്ടി വരും. അപ്പൊ സുനന്ദയ്ക്ക് വോട്ട് കുത്തുന്ന കാര്യമോ ആലോചിക്കേണ്ടി വരും. ശരി സഖാവ്. അതാണ് ലാൽസലം. സുരേഷ് BRP. നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് എൻ്റെ ബീബി വോട്ട് കുത്തും. പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എന്താ? അവൾ ഇരിക്കുന്നിടത്ത് ഓരോ മീറ്റിങ്ങിലും പ്രത്യേക മറ വേണം. പിന്നെ എന്നൊക്കെ മീറ്റിംഗ് ഉണ്ടോ എൻ്റെ കടയിൽ നിന്നായിരിക്കും പാഴ്സൽ. അങ്ങനുണ്ടെങ്കിൽ വോട്ടുറപ്പ്. ഇതൊന്നും നടക്കില്ല. ഇതെല്ലാം പിന്തിരിപ്പൻ ആശയങ്ങളാണ്. സുലൈമാന്റെ ബീവിക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്. ഓക്കെ അല്ലേ? വയസ്സെങ്കിൽ വയസ്സ്. ഇത്തവണത്തെ മാങ്ങയുടെ പുളിയേ ലേശം കൂടുതലാ. നാളെയല്ലേ സുനന്ദ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്? ചേച്ചി, അപ്പൊ നാളെ പ്രസിഡന്റായിട്ട് കാണാം. വരുമ്പോ മറക്കാതെ ചെലവും കൊണ്ട് വരണം. അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കൊന്നുമില്ല. ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ. മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിലേ ഇച്ചിരി കൂടുതൽ കിട്ടും. വരുന്നുണ്ടല്ലോ. അവളുടെ വണ്ടിയല്ല. മെമ്പർക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ, പിടിക്ക്.
പണിയാണ്. ശരിക്കും മറ്റവനാണ് പണിയെന്ന്. ആരൊക്കെയത് പറഞ്ഞോ. പ്രസിഡന്റ്, സുരേഷ് എന്നൊരു സഖാവാണ്. കൂടുതൽ കളിക്കാന്നുണ്ടല്ലോ പാർട്ടി ഇടപെടും. മനസ്സിലായല്ലോ? ആ പ്രശ്നമൊന്നും ഇല്ലാന്ന്. ആ അപ്പം ശരി പറഞ്ഞ പോലെ. ഇവിടെ അച്ഛനും തോറ്റി. പ്രഷർ കൂടിയതാ. പേടിക്കാനൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യം മാത്രമല്ല ചേച്ചി. എനിക്കും പ്രശ്നമൊന്നുമില്ല. ഹലോ, ഒരു സെക്കൻഡ്. സഖാവ് കെ പി അല്ലേ രാധന? കെ പി ഇപ്പൊ അടുത്തില്ല. കെ പി എൽ സി സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു. വേഗം ചെല്ലാൻ പറഞ്ഞു. ഇവിടുന്ന് എങ്ങനെ? നാളെ കാണാന്ന് പറ. വളരെ അത്യാവശ്യമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വേണം. നീ പൊയ്ക്കോ, ഞാനിവിടെ ഇല്ലേ. പൊയ്ക്കോടാ. പറ, സഹാവ് ശശിയുടെ തീരുമാനം എന്താ? പറ. ബിജോയ്ക്ക് വോട്ട് ചെയ്യൂല, അത്ര തന്നെ. ഉറച്ച തീരുമാനമാണോ? അതെ. അപ്പൊ നിനക്ക് ഇത്ര തന്നെ കിട്ടിയൊന്നും പോരാ. എന്നെ കൊന്നാലും ശരി, ബിജോയ്ക്ക് ഞാൻ വോട്ട് ചെയ്യൂല. പാർട്ടി പറയും, അതങ്ങ് ചെയ്താ മതി. ഹലോ. റിസോർട്ടിൽ അവനില്ല. അവൻ എങ്ങോട്ടോ ചാടിപ്പോയി. ചാടിപ്പോയെന്നോ? എൻ്റെ അലക്സ് ജി, ഞാൻ നിങ്ങളെയല്ലേ ഏൽപ്പിച്ചിരുന്നേ. ഈ അവസാന നിമിഷം എവിടെ പോയി തപ്പാനാ? നാളെ നമ്മൾ തോറ്റാലേ അതിൻ്റെ ഉത്തരവാദി അലക്സ് ജി മാത്രമായിരിക്കും.